സാക്ഷ്യം നമ്മോട് പങ്കുവെക്കുന്നത് ലില്ലിക്കുട്ടി, കൊച്ചുവേളി, തിരുവനന്തപുരം. ഈ സാക്ഷ്യം പറയുമ്പോൾ നമ്മുടെ കണ്ണുകൾ ഈറനണിയും. വലിയൊരു അത്ഭുതം നടന്നതാണ്. നമുക്ക് എല്ലാവർക്കും സശ്രദ്ധം ശ്രവിക്കണം. ബഹുമാനപ്പെട്ട പ്രശാന്ത് അച്ഛൻ്റെ കബറിടത്തിൽ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ മുമ്പ് ഈ സഹോദരി ഡെഡ് ബോഡിയുമായിട്ട് കടന്നു വരുന്ന അവസ്ഥയിൽ അച്ഛന് ഒരു നോക്ക് കാണുവാൻ വേണ്ടി തിരുവനന്തപുരത്ത് നിന്ന് എത്തിയ അവസ്ഥ മുതൽ അച്ഛൻ്റെ പ്രാർത്ഥന വഴി ഈ കുടുംബത്തിൽ ലഭിച്ച അനുഗ്രഹത്തെ നമുക്ക് സശ്രദ്ധം ശ്രവിക്കാം. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശു ആരാധന. എൻ്റെ പേര് ലില്ലിക്കുട്ടി. ഞാൻ ട്രിവാൻഡ്രത്തു നിന്നാണ് വരുന്നത്. എൻ്റെ മക്കൾ UK-യിലാണ്. പക്ഷെ കഴിഞ്ഞ ഒരു മാസക്കാലം എൻ്റെ മകനും കൊച്ചുമകനും പനിയും ചുമയും ശരീരവേദനയും വന്ന് ഒത്തിരി ഗുളിക കഴിച്ചു, ഒത്തിരി മരുന്ന് കഴിച്ചിട്ടും ഒരു കുറവുമില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മരുമോളെ വിളിക്കും ഇതിൻ്റെ അസുഖത്തിൻ്റെ വിവരം അറിയാൻ വേണ്ടി. അങ്ങനെ ഞാൻ 1.5 വാടം വിളിച്ചിരിക്കും. ആ മോള് കരഞ്ഞുകൊണ്ട് പറയുന്നു, അമ്മ എനിക്ക് വയ്യ. ഞാൻ രണ്ടുപേരും അപ്പുറം ഇപ്പുറം കിടക്കുന്നു. എനിക്ക് വയ്യ, ഇതുങ്ങളെ നോക്കാൻ എനിക്ക് വയ്യ, എനിക്ക് ഒത്തിരി പാടുപെടുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അച്ഛൻ്റെ മരണം അറിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, മോളെ ഞാൻ നാളെ തിങ്കളാഴ്ചയാണ്, ഞാൻ നാളെ അച്ഛനെ കാണാൻ പോണു, ഞാൻ ഒരു അപേക്ഷ എഴുതിക്കൊണ്ട് പോകും, മോള് വിഷമിക്കണ്ട, മക്കൾക്ക് നല്ല സുഖം കിട്ടും. അങ്ങനെ ഞാൻ രാത്രി ഒരു അപേക്ഷ എഴുതി. ഞാൻ അവിടെ നിന്ന് തിങ്കളാഴ്ച രാവിലെ ഇവിടെ അച്ഛനെ കാണാൻ വന്നപ്പോൾ ഇവിടെ വന്നെത്തിയില്ല. അപ്പോൾ ഞങ്ങൾ രാവിലെ ഇവിടെ ഉച്ചയ്ക്ക് എത്തി, 11:15 ഇവിടെ എത്തിയെങ്കിലും ഞങ്ങളിപ്പോൾ 4:30 വരെ അച്ഛനെ കാണാൻ വേണ്ടി ഇവിടെ ഇരിക്കുകയാണ്. 4:30 ഇവിടെ എത്തിയില്ല. അപ്പോൾ എൻ്റെ കൂടെ വാഹനത്തിൽ വന്ന ഞാൻ പലരെയും വിളിച്ചിട്ടും ആരും തയ്യാറായില്ല. ഓരോരുത്തർക്കും ഓരോ ആവശ്യം പറയുന്നു. പക്ഷെ ഞങ്ങൾ 3 പേരാണ് വന്നത്. മാതാവ് തിരഞ്ഞെടുത്തത് ഞങ്ങളെ 3 പേരാണ്. ഇവിടെ വന്ന് ഞാൻ പറഞ്ഞു 5:30ക്കാണ് ട്രെയിന്, നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടുന്ന് ഒരു ഓട്ടോ പിടിച്ച് നമുക്ക് അച്ഛനെ വഴിയിൽ വെച്ച് വരുമ്പം നമുക്ക് കാണാം, റെയിൽവേ സ്റ്റേഷൻ്റെ ആ വാക്കിലോട്ട് പോകുമ്പോൾ നമുക്ക് കാണാം എന്ന് പറഞ്ഞ് ഞങ്ങൾ ഓട്ടോ പിടിച്ചു. അതിന് തൊട്ട് മുമ്പ് ഞാൻ അപേക്ഷ കത്ത് ഇവിടെ കൊണ്ടുവന്ന് ഇവിടുത്തെ ബ്രദേഴ്സും കൗൺസിലിംഗ് കൊടുക്കുന്ന ബ്രദേഴ്സും സിസ്റ്റേഴ്സും ഇവിടെ ജവമാല എത്തിച്ച്, ആ കൂട്ടത്തിൽ ഞങ്ങളിരുന്ന് ജവമാല എത്തിച്ചു. അപ്പോൾ അതിന് തൊട്ട് മുമ്പ് ഞാൻ കൊണ്ടുവന്ന അപേക്ഷ അച്ഛൻ്റെ പടത്തിൽ വെച്ച് പ്രാർത്ഥിച്ചു. അച്ഛൻ്റെ നെഞ്ചത്ത് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു, അച്ഛാ ഞാൻ 30 വർഷം കൊണ്ട് ഞാൻ ഇവിടെ വരുന്നു, എനിക്ക് പല ആവശ്യങ്ങളും എനിക്ക് സാധിച്ചു തന്നു. ഇപ്പോൾ എൻ്റെ മക്കളുടെ അടുത്ത് ചെന്ന് ഈ മക്കളെ തൊട്ട് സൗഖ്യപ്പെടുത്തണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ ഒത്തിരി കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു. ആ ഫോട്ടോയെ നോക്കി എന്നിട്ട് ആ അപേക്ഷ കത്ത് മാതാവിൻ്റെ മുമ്പിൽ കൊണ്ടിട്ട് എന്നിട്ട് അതിനുശേഷം ഞങ്ങൾ 4:30 വരെ ഇവിടെ ഇരിക്കുന്നു. അച്ഛനെ കാണാൻ കിട്ടിയില്ല. ഞങ്ങൾ കുറേ അങ്ങോട്ട് ഓടിയപ്പോൾ അച്ഛനെ കൊണ്ടുവരുന്നു. അപ്പോൾ 10-25 പേര് നിന്ന് അച്ഛനെ കണ്ടിട്ട് വണ്ടി എടുത്ത്. അപ്പം ഞാൻ വിചാരിക്കുന്നു, ഞാൻ എൻ്റെ കൂടെ ഉള്ളവരടുത്ത് പറയുന്നത്, അച്ഛനെ നമുക്ക് കാണാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ, എന്നാൽ നമുക്കൊന്ന് ശ്രമിക്കാം. വണ്ടി എടുത്തതും ഞാൻ ഈ തല മൊത്തവും ഞാൻ പുറത്തിട്ടുകൊണ്ട് പറഞ്ഞു, ചേട്ടാ 1 മിനിറ്റ്, ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് വരുന്നതാണ്, 1 മിനിറ്റ് ഞങ്ങളൊന്ന് കണ്ടോട്ടെ. അപ്പോൾ പറഞ്ഞു ഇറങ്ങി വരാൻ പറഞ്ഞു. ഞങ്ങൾ 3 പേരും കണ്ടു. അപ്പോഴും ഞാൻ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, അച്ഛാ ഇപ്പം തന്നെ എൻ്റെ മക്കളെ ഒന്ന് തൊട്ട് സൗഖ്യപ്പെടുത്തണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ 6 മണിക്ക് ട്രെയിന്, ഞങ്ങൾ 9:30 വീടെത്തി. ഞാൻ വീടെത്തിയ ഉടനെ ഞാൻ ഫോണെടുത്ത് എൻ്റെ മക്കളെ മോളെ വിളിച്ചപ്പോൾ പറയുന്നു, അമ്മ അവർക്ക് ഒരു കുഴപ്പവുമില്ല, ഇന്നലെ കണ്ടതുപോലെയല്ല, ഒരു കുഴപ്പമില്ല, മോന്തോ തണുപ്പത്ത് നിന്ന് ഓടി കളിക്കുന്നു, ചേട്ടന് ജോലിക്ക് പോകാൻ നിൽക്കുന്നു. ഈ വലിയൊരു അനുഗ്രഹം എനിക്ക് അച്ഛനും IMS സമയം എനിക്ക് സാധിച്ചു തന്ന്. ഇത് ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരിയോടത്ത് ഞാൻ പങ്കുവെച്ചപ്പോൾ ആ കൂട്ടുകാരി എന്നോട് പറയുന്നു, കൂട്ടുകാരി IMS അച്ഛൻ അമ്മയോട് പ്രാർത്ഥിച്ച് നിനക്ക് ആദ്യമായിട്ട് തന്ന വലിയൊരു അനുഗ്രഹമാണെന്ന് പറഞ്ഞു. ഇത് ഞാൻ എൻ്റെ വാഹനത്തിൽ വരുന്ന എല്ലാവരോടും പങ്കുവെച്ചു. ഇന്നും വാഹനത്തിൽ വന്ന ഞാൻ ഈ സാക്ഷ്യം പങ്കുവെച്ച് ആ അപേക്ഷ കത്ത് കൊണ്ടുവന്ന് അച്ഛൻ്റെ കുഴിമാടത്ത് കൊണ്ടുവച്ച് പ്രാർത്ഥിച്ച് അവർ മാതാവിൻ്റെ അടുത്ത് കൊണ്ടിട്ടു. അപ്പോൾ അതിനിടയ്ക്ക് അച്ഛൻ, ഞാൻ ഏത് ദിക്കിൽ നിന്നാലും
എന്നെ ഒന്ന് കണ്ടാൽ മതി, കൈ കാണിച്ച് വിളിക്കും, ലില്ലിക്കുട്ടി ആളുണ്ടോ വണ്ടിയിൽ, എത്ര പേരുണ്ട്, ആൾക്കാരെയും കൊണ്ട് ഒന്ന് എൻ്റെ റൂമിലോട്ട് വാ, ഞാൻ പ്രാർത്ഥിക്കാം. അങ്ങനെ പലപ്പോഴും വിളിച്ചിട്ടുണ്ട്. അതിന് മുമ്പ് എൻ്റെ കൊച്ചുമകളുടെ ഒരു സാക്ഷ്യം മരണത്തോട് മല്ലിട്ടതാണ്, അത് കിട്ടൂലെന്ന് ഡോക്ടർമാർ പറഞ്ഞു. എന്നിട്ട് എനിക്ക് സാക്ഷ്യം പറഞ്ഞു, 8 വർഷത്തിന് മുമ്പെയാണ്. എനിക്ക് സാക്ഷ്യം പറയണം. ആ സാക്ഷ്യം പറയാൻ ഇവിടെ വന്നപ്പോൾ ഇവിടെ പറയുന്നു സമയം കഴിഞ്ഞു, ഇനി പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ അച്ഛനോട് വന്ന് പറഞ്ഞു, അച്ഛൻ ബാക്കിലിരിക്കുന്നു. ഇവിടെ വന്നിട്ട് ഞാൻ പറഞ്ഞു, അച്ഛാ എനിക്കൊരു സാക്ഷ്യം പറയണം. അപ്പോൾ എന്താ ലില്ലിക്കുട്ടി പറയാം. അപ്പോൾ അച്ഛൻ മാസ് ചൊല്ലി കുർബാന കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഈ കുർബാന കൊടുത്തുകൊണ്ടിരിക്കുന്ന മധ്യത്തിൽ ഇവിടെ ഒത്തിരി ആൾക്കാരുണ്ട്, ഞാൻ ഈ സൈഡിൽ നിൽക്കുന്നു. അച്ഛൻ കുർബാന കൊടുക്കുന്ന സമയത്ത് എന്നെ തിരഞ്ഞു നോക്കുന്നു. ഞാൻ വളരെ വിഷമിച്ച് നിൽക്കുന്നു. ഞാൻ ഒരു സാക്ഷ്യം പറയാൻ വന്നു, മാതാവേ സാധിച്ചില്ലല്ലോ. അങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോൾ അച്ഛൻ എന്നെ തിരയുന്നു. എന്നെ എങ്ങനെയോ കണ്ടിട്ട് ആ കുർബാന കൊടുക്കാതെ എൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നു, വന്ന് സാക്ഷ്യം പറയാൻ. അപ്പം മാതാവ് അപ്പോഴും എനിക്ക് അച്ഛൻ ആയിക്കൂടി ഒരു വലിയൊരു അനുഗ്രഹം തന്നു. അന്നും ഞാൻ സാക്ഷ്യം പറഞ്ഞു. ഈശോയെ, വലുതും ചെറുതുമായി ചൊരിഞ്ഞു തന്ന അനേക കൃപകളെ ഓർത്തു ഞാൻ അങ്ങേ സ്തുതിക്കുകയും ആരാധിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. നാം ലില്ലിക്കുട്ടിയുടെ സാക്ഷ്യം കേട്ടു. ഏകദേശം 30 വർഷത്തോളം തിരുവനന്തപുരം, കൊച്ചുവേളി ഭാഗങ്ങളിൽ നിന്ന് വണ്ടി പിടിച്ച ആളുകളെ സംഘടിപ്പിച്ച ഈ IMS ധ്യാന കേന്ദ്രത്തിലേക്ക് പങ്കെടുക്കാനായിട്ട്, പ്രാർത്ഥനയില, ആരാധനയില, ഇവിടുത്തെ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കുവാനായിട്ട് ഒരുപാട് പേരെ കൊണ്ടുവന്ന വ്യക്തിയാണ്. ആ വ്യക്തിയുടെ വിശ്വാസം കണ്ടു. മകനും പേരക്കിടാവും അങ്ങേയറ്റം പനിയായിട്ട് അങ്ങകലെ വിദേശത്ത് ആയിരിക്കുന്ന അവസ്ഥയിൽ 1 മാസക്കാലം പനിയിൽ നിന്ന് ഒരു വിടുതലും ലഭിക്കുന്നില്ല, മാറി മാറി ചികിത്സിച്ചിട്ടും മാറുന്നില്ല. ഈ അവസ്ഥയിൽ ഈ ലില്ലിക്കുട്ടി എന്ന സഹോദരിയുടെ വിശ്വാസം കടലാസിൽ എഴുതിക്കൊണ്ടുവന്നു രോഗത്തിന്റെ വിവരങ്ങൾ. നമ്മുടെ പ്രശാന്തച്ഛൻ്റെ ഡെഡ് ബോഡി വരുന്ന സമയത്ത് നാം എല്ലാവരും ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ സഹോദരിക്ക് അച്ഛൻ്റെ ആ പടത്തിന് മുമ്പിൽ പൂർണ്ണമായി വെച്ച് തൻ്റെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. ആ നിമിഷം വിദേശത്തായിരിക്കുന്ന ആ 2 വ്യക്തികളെയും കർത്താവ് സൗഖ്യപ്പെടുത്തി. അച്ഛനിലൂടെ IMS അമ്മ വഴി നമുക്കും പ്രാർത്ഥിക്കാം. തീർച്ചയായും നമുക്ക് വേണ്ടി സ്വർഗത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ വിളിക്കപ്പെട്ടതാണ് നമ്മുടെ പ്രശാന്തച്ഛനെ. ഇതിൽ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല, നാം സന്തോഷിക്കുകയാണ് വേണ്ടത്. കാരണം സ്വർഗത്തിൽ നാം ആയിരിക്കുന്ന അവസ്ഥയിൽ നമ്മോട് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്തുകൊണ്ടിരുന്ന അച്ഛൻ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കാനാണ് പോയിരിക്കുന്നത്. അച്ഛനിലൂടെ ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിക്കാനായിട്ടും അച്ഛനെ ഒരു വിശുദ്ധ പദവിയിലേക്ക് എത്തിക്കാനുമാണ് നാം പ്രാർത്ഥിക്കേണ്ടത്. തീർച്ചയായിട്ടും സ്വർഗത്തില വിശുദ്ധരുടെ കൂട്ടത്തിലാണ്. എങ്കിലും സഭയുടെ തീരുമാനങ്ങൾ അനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ നടത്തണമെങ്കിൽ ഒരുപാട് അത്ഭുതങ്ങളും അടയാളങ്ങളും ആവശ്യമാണ്. നമുക്കൊന്നു ചേർന്ന് ഈ ലഭിച്ച അനുഗ്രഹങ്ങളെ ഓർത്തുകൊണ്ട് ഒരു വചനം ശ്രവിച്ചുകൊണ്ട് നന്ദി പറയാം. സങ്കീർത്തനം 21:3. സമൃദ്ധമായ അനുഗ്രഹങ്ങളുമായി അവിടുന്ന് അവനെ സന്ദർശിച്ചു, അവൻ്റെ ശിരസിൽ തങ്ക കിരീടം അണിയിച്ചു. നമ്മുടെ വേദനകള്, പ്രയാസങ്ങള്, സങ്കടങ്ങള് പ്രശാന്തച്ഛനെ ഒന്ന് അറിയിച്ചിട്ട്, അച്ഛാ IMS അമ്മയിലേക്ക് ഒന്ന് കൊടുക്കണേ ഞങ്ങളുടെ ഈ പ്രാർത്ഥന എന്ന് മാത്രം ഉരുവിടുക. അമ്മ തിരുക്കുമാരനിലൂടെ നമുക്ക് ഇതെല്ലാം സാധിച്ചു തരും. നമുക്കൊന്ന് ചേർന്ന് സ്തുതിക്കാം. യേശുവേ നന്ദി, യേശുവേ നന്ദി.